ഹലോ ഫ്രണ്ട്സ്, അലീനയും മനുവിൻ്റെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീന നമ്മുടെ ശരണയെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. കാരണം ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ശരിക്കും അലീനയുടെ ഒരു മോട്ടീവ് എന്ന് പറയുമ്പോഴത്തേക്ക് തൻ്റെ സഹോദരൻ തെറ്റുകാരനാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അവളെ അതിൽ നിന്ന് ആ പെണ്ണ്, അതായത് അലീന എന്ന് പറഞ്ഞ വ്യക്തി പണ്ട് തൊട്ടൊരു കൊച്ചിലെ മുതൽ 10-23 വയസ്സ് വരെ അനാഥയായിട്ട് ജീവിച്ച ആ ഒരു ബുദ്ധിമുട്ട് തനിക്ക് അറിയാം. അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ പല രീതിയിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ താഴ്ന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരണം. താഴെ കിടക്കാൻ പറ്റത്തില്ല. കാരണം പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് നിന്നാലും ജീവിക്കാൻ പറ്റുമെന്ന് മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കണ്ണോടെ, അതായത് തൻ്റെ സഹോദരൻ മൂലം ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടായത് ഒരു വ്യക്തിയാണ് നമ്മുടെ ശരണ്യ. അതുകൊണ്ട് ആ കൊച്ചിനെ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുള്ള രീതിയിലാണ് ശരണ്യയെ കൂടുതലായിട്ട് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരണ്യയോട് പറയുന്നുണ്ട്, മോളെ നീ പേടിക്കേണ്ട. കാരണം നിനക്ക് ഈ സമൂഹത്തിൽ ഇറങ്ങാനും ജോലി ചെയ്യാനും പഠിക്കാനും കുടുംബം നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നിന്നെ ഇനി ആരെങ്കിലും പുറത്തിറങ്ങുമ്പോഴത്തേക്ക് പലരും പല പേപ്പട്ടികളാൽ പിന്നെയും ആക്രമിക്കപ്പെടുവോ, പലരും നിന്നെ കുറ്റപ്പെടുത്തുവോ, നിന്നെ ഇല്ലാതാക്കുമോ എന്നൊക്കെ നീയുള്ള പേടി വേണ്ട. കാരണം നീ സ്റ്റേണായിട്ട് നിന്ന് കഴിഞ്ഞ് തന്നെ നിനക്ക് ജീവിക്കാനുള്ളതുള്ളൂ. ഇപ്പം നിനക്ക് ഇനി കല്യാണം കഴിക്കാൻ പറ്റും, ഒരു കുടുംബജീവിതം ഉണ്ടാകാൻ പറ്റുമോ എന്നുള്ള തോന്നലൊക്കെ നിൻ്റെ മനസ്സിലുണ്ടാകും. പക്ഷെ അതൊന്നും നിനക്ക് വേണ്ട. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്നാലും ഇപ്പം എന്നെ കണ്ടോ, എന്നെപ്പോലെ പല വ്യക്തികൾ ഈ ലോകത്തുണ്ട്. കാരണം ഞാൻ 23 വയസ്സ് വരെ അനാഥയായിട്ട് തന്നെ ഇപ്പോൾ ഒരു കുടുംബം കിട്ടിയിട്ടാണ്. കുടുംബത്തിലുള്ള അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം ആ കുടുംബം എൻ്റെ കുടുംബമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിനക്കും നിൻ്റെ അപ്പനും അമ്മയും എല്ലാം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിൻ്റെ സഹോദരൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അവർ നിനക്ക് എന്തെങ്കിലും ഇപ്പം പറ്റിപ്പോകുന്നു കഴിഞ്ഞാൽ അത് നീ കണക്കിലെടുക്കരുത്. ഒന്നാമത്തെ കാര്യം, നിന്നെ ഇപ്പം പിച്ച് ചിന്തിയ അല്ലെ നിന്നെ കടിച്ചതായിട്ടുള്ള പേപ്പട്ടികൾ ഇപ്പം ജയിലിലാണ്. അവരെ ജീവിതകാലം മുഴുവൻ അവരവിടെയാണ്. നിനക്ക് ഇനി പഠിക്കാനും നിനക്ക് ജോലി ചെയ്യാനും നിനക്ക് സമ്പാദിക്കാനും നിനക്ക് നല്ലൊരു ഭാവി കെട്ടിപ്പടുത്തുയർത്താനും നിന്നെ കൊണ്ട് സാധിക്കും. പക്ഷെ അവരെ കൊണ്ട് അങ്ങനെ സാധിക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിനി പുറം ലോകം കാണത്തില്ല. അവർ ഇരുളെന്നാന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവർ ഈ ജീവിതത്തിൽ ഇനിയിപ്പോൾ ഒരു പരോളിന് ഇറങ്ങിയപ്പോലും ഒരു പെങ്കൊച്ചിൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ജീവിതമാണ് ഇനി അവർക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നീ അവരെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കരുത്. കാരണം അവർ ചെയ്തതായിട്ടുള്ളതിൻ്റെ എല്ലാ പ്രതിഫലം അവർക്ക് കിട്ടും. നീ ഇവിടെ അടഞ്ഞു കിടക്കരുത്. നിൻ്റെ കുടുംബം എന്നാന്ന് നിനക്ക് മനസ്സിലാക്കണം. നിന്നെ പ്രതീക്ഷിച്ച് നിൻ്റെ അച്ഛനും അമ്മയും സഹോദരൻ നിൽപ്പുണ്ട്. അവരിൽ അച്ഛൻ, അമ്മ, ഇവർ രണ്ടുപേരും എൻ്റെ ഭാവി ഓർത്ത് പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നീ കഴിക്കണം മോളെ, നീ എഴുന്നേൽക്കണം മോളെ, നിനക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകളും നിൻ്റെ പഠനങ്ങളും നിൻ്റെ വായന ഇതെല്ലാം നീ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന. അപ്പോൾ അമ്മ ഓടി വന്നിട്ട് പറയും, ഈ ഫുഡൊന്നും കഴിക്കാൻ പറ്റുമോ എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. ഉടനെ അമ്മ പെട്ടെന്ന് പറയുകയാണ്, അല്ല അമ്മ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് മോളെ ശരണ മോളെ കഴിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ ഫുഡ് കൊടുക്കുകയാണ്. അത് നമ്മുടെ അലീന വാരി കൊടുക്കുകയാണ്. അപ്പം ശരി ചേച്ചി എന്ന് പറഞ്ഞ് അലീന കഴിപ്പിക്കണം. അങ്ങനെ കഴിപ്പിക്കുമ്പോഴത്തേക്ക് തലേദിവസം അങ്ങനെ ഫുഡ് കഴിപ്പിച്ചു. പിറ്റേ ദിവസം അതുപോലെ ഫുഡ് കഴിപ്പിക്കുകയാണ്. അപ്പോൾ ശരണയെ പറയുകയാണ്, ചേച്ചി എനിക്ക് ഇരുളിൽ തന്നെ ഇരിക്കാൻ ഇപ്പം ആഗ്രഹം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പലരും ആൾക്കാരും എന്നെ നോക്കുമല്ലോ, എന്നോട് എതിർക്കുമല്ലോ എന്നൊക്കെ ആയിരിക്കും. മോളെ നീ ഈ ജനലൊന്ന് തുറന്നു നോക്കാം. ജനൽ തുറക്കുമ്പോൾ തന്നെ കാണുന്നതായിട്ടുള്ള പല രീതിയിലുള്ള ആൾക്കാർ അവിടെ പുറത്തുനിന്ന് പല രീതിയിലുള്ള ജോലിയും പിള്ളേരാണ് കളിക്കുന്നത്. അപ്പം അലിനെ പറയണം, മോൾ അവരുടേതായിട്ടൊരു ജീവിത രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. നീ എന്തിനാ അത് ഓർത്ത് പേടിക്കുന്നത്? നീ എന്തിനാ അതോർത്ത് നീ വിഷമിക്കുന്നത്? കാരണം ഒരാഴ്ച 2 ആഴ്ച, ഈ 2 ആഴ്ചക്കുള്ളിൽ നമ്മൾ നമുക്ക് നേരിട്ടതായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യനെ നേരിടുന്നതായിട്ടുള്ള വാർത്തകളും പ്രശ്നങ്ങളെല്ലാം കണ്ട് കേട്ടറിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ മറന്നു പോകും. നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് നേരം ഉണ്ടാകത്തില്ല. അപ്പം നീ അതോർത്ത് പേടിക്കണം. നമ്മൾ നമ്മുടെ വിഷയങ്ങൾ ഓർത്ത് വിഷമിച്ച് മനസ്സിൻ്റെ പിന്നെ ആദ്യ കൂട്ടി നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ നമുക്ക് അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടത്തില്ല. അതായത് നമുക്ക് അതിൻ്റെ ഒരു ഉത്തരം കിട്ടത്തില്ല. നമ്മുടെ ഉത്തരം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം എന്നാ രീതിയിൽ നിൻ്റെ രീതിയിലുള്ള കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ നിൻ്റെ കുറ്റം കൊണ്ടുണ്ടായതല്ല. അത് പലരും ഇത് വിധിക്കപ്പെട്ടതാണ്. നീ ഈ സമൂഹത്തിൽ കാരണം ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകണം, അതിനുശേഷം നീ ഉയർത്തെഴുന്നേറ്റ് നീ നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിച്ച് കാണിക്കണമെന്നാണ്. നീ ജീവിച്ച് കാണിക്കുമ്പോൾ പല ഇതുപോലെ താഴ്ന്നു കിടക്കുന്നതായിട്ട് പെണ്ണുങ്ങൾ, സ്ത്രീകളെല്ലാം കയറി വരും അതിനു വേണ്ടി തന്നെ. അതുകൊണ്ട് നിൻ്റെ പഠനം കൂടുതലായിട്ട് നീ പഠിക്കണം, നല്ല രീതിയിൽ ജോലി ചെയ്യണം, നീ നിൻ്റെ കുടുംബം നോക്കണം, നിൻ്റെ അച്ഛനും അമ്മേനെ എല്ലാവരും നിന്നെ പ്രതീക്ഷിക്കണം, നിനക്കൊരു കുടുംബജീവിതം ഉണ്ടാകണം എന്നൊക്കെ പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിരിക്കും. പോകുന്നിടത്ത് കെട്ടിപ്പിടിച്ചിരിക്കുമ്പോഴത്തേക്കും പിന്നെ അപ്പം തന്നെ അലീനയോട് ഭയങ്കര എതിർപ്പ് തോന്നി തൻ്റെ സഹോദരനായ ശരണ്യൻ്റെ സഹോദരനായ ഓമനക്കുട്ടന് പിന്നെ എന്തോ അലീനയോട് റെസ്പെക്റ്റ് ഒക്കെ തോന്നുവാണ്. കാരണം അലീനയ്ക്ക് എന്തോ മാജിക് അറിയാം. അലീനയ്ക്ക് എന്തോ ഒരു ദിവ്യശക്തിയുണ്ട്. ആ ഒരു ശക്തിയുണ്ട്. അത് ദൈവത്തിൻ്റെ ഏതോ
സാന്നിധ്യം ഈ അലീനയ്ക്കുണ്ട്. കാരണം പലരും വന്ന് ശരണയെ കാണുമ്പോഴും, അതായത് സ്വന്തം അമ്മയ്ക്കും തോന്നുന്നുണ്ട്, ശരണയുടെ അമ്മയ്ക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, അവളെ കൊണ്ട് എന്തോ പറ്റുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട്. അതായത് ശരണയ അങ്ങനെ കിടക്കുന്ന കിടപ്പിൽ ഇത്രയും ദിവസം വന്നിട്ട് ഒന്ന് എഴുന്നേറ്റ് മറ്റുള്ളവർ സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ട് കാണിച്ച് കൊച്ച് ഇപ്പം ഏറ്റവും കൂടുതൽ നന്നായിട്ടൊന്ന് സംസാരിക്കാനും ഇടപെടാനും പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ അലീന അവൾ കാരണം കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അലീനയോട് അമ്മ പറയുന്നുണ്ട്, വളരെ ഉപകാരം, എൻ്റെ കൊച്ചിന് ഇന്നലെയും കഴിച്ച് ഫുഡൊക്കെ കഴിച്ചു, ഈ കുറേ ദിവസം കൊണ്ട് 10-30 ദിവസത്തിൽ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഈ 3-4 ദിവസമായിട്ട് ഇവിടെ കിടന്ന കിടപ്പ് മാത്രമേ, ഇവിടെ ഡ്രസ്സ് മാറുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, അവളുടെ ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇതെല്ലാം മാറി ഇപ്പോൾ അവൾ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. അതിന് നീ ചെയ്തതായിട്ടല്ല, നീ പറഞ്ഞു കൊടുക്കുന്നതായിട്ട്, നീ അവളുടെ സാന്നിധ്യമായിട്ട് നീ അവളെ ഏറ്റവും കൂടുതൽ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ്, ഒരു സഹോദരി പോലെ നിൽക്കുന്നതുകൊണ്ടാണ്. എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാകത്തില്ല മോളെ. നീ ആ കുടുംബത്തിലൊരു അംഗമായതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞങ്ങൾ ആദ്യം എതിർത്തത്. നിനക്ക് ഒരുപാട് അടിയും ഇടിയും ഒക്കെ കൊള്ളേണ്ടി വന്നില്ല, അതിനൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അമ്മ അതൊന്നും കുഴപ്പമില്ല അമ്മേ, എൻ്റെ ഒരു സഹോദരി, എനിക്ക് 2 പെങ്ങന്മാർ അല്ല 2 അനിയത്തിമാർ അവിടെ ഉണ്ട്. ആ കുടുംബത്തിൽ അവരെ എൻ്റെ സ്വന്തം അനിയത്തിമാരായിട്ട് കാണുന്നുണ്ട്. അപ്പം അവരെപ്പോലെ അവർക്ക് ഈ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നാളെ അവർക്കും ഈ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇതുപോലെയുള്ള ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ അവരിൽ ഒരാളായിട്ട് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വേറൊരു കുടുംബത്തിൽ ഒന്ന് ജനിച്ചെന്ന് മാത്രമല്ലല്ലോ കുഴപ്പമുള്ളൂ. അതുകൊണ്ട് പേടിക്കേണ്ട, ഞാൻ അമ്മയുടെ കൂടെയുണ്ട്, ഈ കുടുംബത്തോട് കൂടെയുണ്ട്. ഇവള് എഴുന്നേറ്റ് ഇവളുടെ ആക്ടിവിറ്റി എല്ലാം ചെയ്ത് പിന്നെ ഇവിടെ പഠന മേഖലയിൽ പോയിട്ട് ഇവൾ നല്ലൊരു നിലയിൽ എത്തിത്തീരുന്നവരെ ഞാൻ എന്നും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് നമ്മുടെ അലീന പറയാണ്. അപ്പോഴത്തേക്ക് അലീന എന്നിട്ട് പറയാം, അമ്മ ആ കുറ്റവാളികൾക്കെതിരെ ഏതറ്റം വരെ പോകാൻ അവന്മാർക്ക് കിട്ടാൻ വേണ്ടി മാക്സിമം ശിക്ഷ മേടിച്ച് കൊടുക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. ആരോട് വേണമെങ്കിലും സംസാരിക്കാം, ആരുടെ കൂടെ വേണമെങ്കിലും വരാം, എവിടെ ഏതോ സ്റ്റേഷനിലോ കോടതിയിലോ കയറി ഇറങ്ങി ശരണയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കാമേ എന്നൊക്കെ പറയുന്നുണ്ട്. മോളെ വളരെ ഉപകാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ശരണയ അലീന അടുത്ത ഷാജിയുടെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. കാരണം അവിടെ ചെന്ന് ഫുഡ് കഴിക്കുക, അവരൊന്നും കാണാനില്ല. അവരാണ് ആ ഒരു ദുർഘട സമയത്ത് അലീനയെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അതുകൊണ്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ നേരെ ചെന്നിട്ട് ഷാജിയേട്ട അമ്മ എന്നൊക്കെ വിളിച്ച് കയറി ചെല്ലുവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഫുഡുണ്ട്, എനിക്ക് ഫുഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അത് വളരെ അടുത്ത് നിൽക്കുന്നൊരു കുടുംബം പോലെ എന്ന് പറയുമ്പോൾ മോളെ ഫുഡ് ടൈം ആയിട്ടുണ്ട്, ബാ കഴിക്കാമെന്നൊക്കെ അപ്പോഴത്തേക്ക് നമ്മുടെ ഷാജിയും വന്നു ഫുഡ് കഴിക്കാൻ ടൈം ആകുമ്പോഴത്തേക്ക് ബാ അലീന ബാ കഴിക്കാം, ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അകത്ത് കയറ്റുവാണ്. അവിടെ ചെന്നുമ്പോഴത്തേക്ക് പിന്നെ അവിടുത്തെ ആ കൊച്ചിന് വേണ്ടി കുറേ ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് പറയാം, ചേച്ചി ഇത് വേണ്ടായിരുന്നല്ലോ എന്ന് പറയാം. മോളെ ഇത് ഇരിക്കട്ടെ, നിൻ്റെ കൈ ഇരിക്കട്ടെ, നീ വെച്ചോ, എനിക്ക് അതായത് ഞാൻ ഏറ്റവും താഴ്ന്നു നിന്ന സമയത്തിൽ എനിക്ക് നിൻ്റെ ഏറ്റവും നല്ല ഡ്രസ്സ് തന്ന് എന്നെ ഉടുപ്പിച്ച്, കാരണം അത്ര രീതിയിൽ എന്നെ നീ പരിപാലിച്ചത്, അതുകൊണ്ട് നിനക്ക് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പോയി ഡ്രസ്സൊക്കെ മാറിക്കൊണ്ട് നോക്കുമ്പോഴത്തേക്ക് പറയാം, ചേച്ചി ഇതെന്നാ ഫിറ്റ് അയച്ച് ഒരു ചേഞ്ച് ഇല്ല, കാരണം ഒന്നും നമുക്കൊന്ന് മാറ്റിയടിക്കേണ്ടത് ഇറക്കം അല്ല, അതിന് വലിപ്പം കൂടുതലോ വലിപ്പം കുറവോ ഒന്നുമില്ല, എല്ലാം നല്ല പക്കായിട്ട് ഇരിപ്പുണ്ട് ചേച്ചി, അത്ര രീതിയിൽ നല്ല രീതിയിൽ ഡ്രസ്സ് തയ്പ്പിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അതെന്തോ നിൻ്റെ ഭാഗ്യം മോളെ എന്നൊക്കെ പറയണം. അപ്പം പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കണം. പിന്നെ അടുത്ത സീൻ കാണിക്കും നമ്മുടെ ഗംഗാധരൻ നമ്മുടെ ബാലചന്ദ്രനെ വിളിക്കണം. ബാലചന്ദ്രനെ വിളിച്ചിട്ട് പറയും, ബാലചന്ദ്ര ഇത് കുറേ ദിവസമായല്ലോ, മക്കളുടെ വിഷയങ്ങൾ കാരണം കൊണ്ട് ഇങ്ങനെ ഈ കട അടയ്ക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ മറ്റേ സ്റ്റാഫുകളെ കിട്ടത്തില്ല, പിന്നെ മാത്രമല്ല കസ്റ്റമേഴ്സ് കയറത്തില്ല, എങ്ങനെയും അത് കടയൊന്ന് തുറക്കാൻ നോക്കുക, എന്തെങ്കിലും അതിലും പോയി കണ്ടോ അല്ലെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ മേടിച്ചിട്ടോ എന്തെങ്കിലും ചെയ്യാൻ നോക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ചെയ്യാം എന്നൊക്കെ പറയാം. അപ്പോൾ നോക്കാം, എന്തെങ്കിലും ചെയ്യാം, ഇനിയിപ്പോൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ഇത് പറയാണ്. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാലചന്ദ്രൻ കൃഷ്ണമോളെ വിളിച്ചിട്ട്, മോളെ ഞാൻ കടയിലോട്ട് പോവുക, കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എങ്ങനെയും കട തുറന്ന് നമ്മൾ പ്രവർത്തിപ്പിച്ചേ പറ്റത്തുള്ളൂ, ഇനി കല്ലേറോ അടിയോ ഇടിയോ എന്താണല്ലോ എന്ന് കൊള്ളാൻ വേണ്ടി ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് അലിഞ്ഞമോൾ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല അച്ഛാ, എപ്പോഴാണ് വരുന്നത്, ചേച്ചിയുടെ സ്വഭാവം അച്ഛനറിയാലോ, ചേച്ചി ഒരു കാര്യം തീരുമാനിച്ച് ഞാൻ നടത്തണം. ഇപ്പം എന്ത് ചെയ്താൽ അത് ശരിയാണ്, പക്ഷേ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പോകും, പക്ഷേ കുറച്ചൊക്കെ ഒരു പരിധി പാലിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ എന്നാ ചെയ്യാന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ ചേച്ചിക്ക് ഈ അന്യായം അക്രമമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അതിൽ ബാധിക്കപ്പെടുന്ന ആൾക്കാരെയൊക്കെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് ചേച്ചിയുടെ ഒരു ജീവനാടി പോലെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അത് ദിനം പ്രതി ഒരു പ്രവർത്തനമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് നമ്മൾ എന്നാ പറയാനായി അച്ഛൻ എന്ന് പറയുമ്പോൾ എന്നാണെങ്കിലും അവൾ വരുമ്പോഴത്തേക്ക് എന്നെ വിളിക്കാൻ പറ എന്ന് പറയുന്നുണ്ട്. മാക്സിമം മാത്രം അവളെ നീ വിളിക്കുമല്ലോ, അവൾ നിന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിലോട്ട് വരാൻ പറ, അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത പ്രശ്നങ്ങളിലേക്ക് എന്താ നടക്കാൻ പോകുന്ന അറിയത്തില്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ബാലചന്ദ്രൻ പോവാണ്. ബാലചന്ദ്രൻ പോയി കഴിയുമ്പോഴത്തേക്ക് അടുത്ത
കൃഷ്ണമോളെ നമ്മുടെ മനു വിളിക്കാം, മനു വിളിച്ചിട്ട് എന്നെ എടുക്കാൻ മോളെ എന്നൊക്കെ ചോദിക്കുക. എന്നെ മനുവായിട്ട് ചുമ്മാ ഇരിക്കുക. എന്ത് അലീനെ എന്ത് ചോദിക്കുമ്പോഴത്തെ പറയാം, അലീന ചേച്ചി അങ്ങോട്ട് പോയ കണ്ണാടി എന്ന് പറഞ്ഞാൽ കോളനിയിലേക്ക് പോയിക്കുക, സണ്ണ ചേച്ചിയെ കാണാൻ വേണ്ടി പോയിക്കുക. അവളോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അവളെ ഒരു പ്രാവശ്യം പറഞ്ഞല്ലേ പോകരുതെന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് അല്ല സോറി ചേട്ടൻ മനുവേട്ട നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല ചേച്ചി. അത് ചേച്ചി ആദ്യം പോയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ് മാറി, അവരെല്ലാം ഇപ്പം സഹകരിക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ ചെന്നിട്ട് ആ കൊച്ചിനെ കഴിഞ്ഞ ദിവസത്തെക്കാട്ടും കൂടുതൽ ആ കൊച്ചി തിരിച്ചു വരുന്നുണ്ട്, ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നുള്ള രീതിയിലാണ് നമ്മുടെ അലിനി ചേച്ചി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എങ്ങനെയും തിരിച്ചു വരാൻ വേണ്ടി അവളെ പ്രാർത്ഥനയൊക്കെയാന്ന് പറയാം. എന്താണെങ്കിലും കുഴപ്പമില്ല, അവളോട് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അവളെ വരുമ്പോഴത്തേക്ക് എന്നെ ഒന്ന് വിളിക്കാൻ പറ എന്നുള്ള പറയും, ശരി എന്ന് പറയും. എന്നിട്ട് അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റേഷനിൽ പോയിരിക്കുന്നുണ്ട്. സ്റ്റേഷനിൽ പോയിരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാറേ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം, കാരണം കടലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരെ ആക്രമിക്കാനും എന്നൊക്കെ ഭയങ്കര ചാൻസ് ഉള്ളതുകൊണ്ടാകുമ്പോഴത്തേക്കെന്ന് പറയാം. അതിൻ്റെ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ്റെ കാര്യമൊന്നുമില്ല, കാരണം അവിടെ ഇഷ്ടംപോലെ കടകളുണ്ട്. ഈ കടകളെല്ലാം അടുത്തടുത്തടുത്തടുത്തായിരിക്കുന്നത്. നിങ്ങളുടെ കടയ്ക്ക് ആരും തീ കൊളുത്തെന്ന് പറഞ്ഞപ്പോൾ എല്ലാ കടകളും ബാധിക്കപ്പെടും. അതുകൊണ്ട് ആ പേടി ഈ കുറ്റം ചെയ്യാൻ വരുന്നവരും അല്ലെങ്കിൽ തീ കത്തിക്കാൻ വരുന്നവർക്കും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവഗണിച്ച് വിട്ടുകൊണ്ടിരിക്കണം. കാരണം സാർ അങ്ങനെയല്ല, അവർക്ക് എൻ്റെ കട മാത്രം ഫോക്കസ് ചെയ്ത് ആക്രമിക്കാമല്ലോ, എൻ്റെ കട മാത്രം ഫോക്കസ് ചെയ്ത് കല്ലെറിയോ അല്ലെങ്കിൽ അടിച്ച് പൊളിക്കുകയോ എല്ലാം ചെയ്യുമല്ലോ, അല്ല തീ കൊളുത്തണമെന്ന് മാത്രമല്ലല്ലോ സാർ എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ അല്ലെങ്കിലും നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കുറ്റവാളിയുടെ കുടുംബമാണ്. ഇതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് നിന്നിട്ട് ഞങ്ങൾക്ക് എന്നാ കിട്ടാനോ? ഒരു പെൺകൊച്ച് ബാധിക്കപ്പെട്ടൊരു കൊച്ച് തന്നെ അവിടെ കിടപ്പുണ്ട്, അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പോകുന്നില്ല. പിന്നെ നിൻ്റെയൊക്കെ കാര്യത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് സാർ അങ്ങനെയല്ല സാറേ, നമ്മൾ സംരക്ഷണം വേണമെന്ന് പറഞ്ഞ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് നിങ്ങളെ ആശ്രയിച്ചാൽ ഞങ്ങൾ വരുന്നത്. പക്ഷേ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നത് എന്താ? നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കരുതെന്ന് അറിയാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നിട്ട് കാര്യം എന്നാ? കാരണം നിങ്ങൾക്ക് DYSP SP DGP ഒക്കെ ആയിട്ട് ഭയങ്കര പിടിപാടൊക്കെ ഉള്ളതല്ലേ. ഞങ്ങളുടെ കാര്യത്തിൽ അല്ല, ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാർ അതിൻ്റെ അല്ല, ഞങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാം, എനിക്ക് പോകാതിരിക്കാനൊന്നും പറ്റുന്ന എന്നെ പോകാതിരുന്നിട്ടൊന്നും കാര്യമില്ല. പക്ഷേ അതെല്ലാം സാറിനത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അതിനൊരു നല്ല പോകുമ്പോഴേ ഉണ്ടാകും എന്ന് ഓർത്തിട്ട് സാറിനത് വന്നേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് പറ്റത്തില്ലെന്നുള്ള കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പുച്ഛത്തോടെയൊക്കെ കുറേ സംസാരിച്ചിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇതാണിപ്പോൾ നാളത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാൻ പോകുന്നത്. അപ്പം അതിനാൽ വ്യൂവേഴ്സ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടുതലുള്ള സപ്പോർട്ട് ചോദിച്ചുള്ളൂ. നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനൊക്കെ എല്ലാം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ നിങ്ങൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്ന സൈനിങ് ഓഫ്. താങ്ക് യു.